ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അങ്ങനെ ജാസ്മിന് പോകാനുള്ള വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജാസ്മിനെ ഏൽപ്പിക്കുകയാണ് വിശാൽ. ഇതൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും. ഇത്തിരി വൈകിട്ടാണെങ്കിലും നീ നിന്റെ വാക്കു പാലിച്ചല്ലോ, താങ്ക്സ് ഉണ്ട് വിശാൽ എന്ന് സുശീല പറയുന്നു. തുടർന്ന് വിശാൽ അവിടുന്ന് പോകുമ്പോൾ ജാസ്മിന്റെ കയ്യിൽ നിന്നും ടിക്കറ്റും ബാക്കി കാര്യങ്ങളുമെല്ലാം മേടിച്ചുകൊണ്ട് സുശീലയും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പാറു ജാസ്മിനോട് പറയുകയാണ്, അപ്പോ നിന്റെ വിസയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോഴേ ഇവിടെ നിന്ന് അങ്ങ് പറന്നോണം, ഇല്ലെങ്കിലേ ഞാൻ നിന്നെ അങ്ങ് പറപ്പിക്കുമെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിപിനുള്ള പാലുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്ന പല്ലവിയെയാണ്. തുടർന്ന് വിപിൻ പറയുകയാണ്, പല്ലവി, എനിക്ക് നിന്നോട് ഇതുവരെ ഒരു വിരോധവും തോന്നിയിട്ടില്ല, അപ്പൊ പിന്നെ സാർ എന്നോട് വിരോധമൊക്കെ കാണിച്ചതോ എന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ പറയുകയാണ്, അത് നീ ഗർഭിണിയാണെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞതുകൊണ്ടാ. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സാർ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. സാർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പല്ലവി പറയുന്നു. എന്താണെങ്കിലും പാർവതി ഉണ്ടായിരുന്നത് നന്നായി. പാർവതി കാരണമാണ് എനിക്ക് തന്നോടുണ്ടായ തെറ്റിദ്ധാരണയൊക്കെ മാറിയത്. പാർവതി കാരണമാണ് എനിക്ക് തന്റെ ഇന്നസെൻസ് ഒക്കെ മനസ്സിലായത് എന്നൊക്കെ വിപിൻ പറയുമ്പോ ദേഷ്യത്തോടെ പാലിന്റെ ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയാണ് പല്ലവി. സാറ് എന്നെയാണ് സ്നേഹിക്കേണ്ടത്, സാറിന്റെ മനസ്സും എന്റെ മനസ്സുമാ ഒന്നാകേണ്ടത്. എനിക്ക് അവളെ ഇഷ്ടമല്ല, അവള് പറഞ്ഞിട്ട് സാർ എന്നോട് അടുക്കാനും വരണ്ടെന്നൊക്കെ ദേഷ്യത്തോടെ പല്ലവി പറയുമ്പോ നീ ഒരു കാലത്ത് നന്നാകില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിപിൻ അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. പാർവതി തനിക്കൊരുക്കിയ കുരുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയാണ് ജാസ്മിൻ. തുടർന്ന് ജാസ്മിൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുകയാണ്. ഹാളിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം സ്റ്റെയറിൽ നിന്നും താഴെ വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ് ജാസ്മിൻ. എന്താ ജാസ്മിൻ, എന്താ നിനക്ക് പറ്റിയതെന്ന് സുശീല ചോദിക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ അറിയാതെ കാല് സ്ലിപ്പായതാണെന്ന് ജാസ്മിൻ പറയുന്നു. എഴുന്നേറ്റ് നോക്കാൻ പ്രഭാവതി പറയുമ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ജാസ്മിൻ പറയുന്നു. അതേസമയം വിശാലും പാറുവും അങ്ങോട്ടേക്ക് വരുമ്പോ സുശീല പറയുകയാണ്, ഇവള് സ്റ്റെപ്പിൽ നിന്ന് കാല് തന്നെ നടുവടിച്ച് താഴെ വീണു, 2 ദിവസം കഴിഞ്ഞ് പോകേണ്ടതല്ലേ. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിശാൽ പറയുമ്പോൾ എനിക്കൊന്ന് അനങ്ങാൻ കൂടി പറ്റുന്നില്ലെന്നും ഡോക്ടറിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചാൽ മതിയെന്നും ജാസ്മിൻ പറയുന്നു. തുടർന്ന് ജാസ്മിൻ ഞൊണ്ടൽ അഭിനയിച്ച് സുശീലയുടെയും പ്രഭാവതിയുടെയും കൂടെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നതാണ്. സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് അറിയാൻ സാധിക്കൂ. അതിന് ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ വേദന മാറാതെ തനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ഡോക്ടറും പറയുന്നു. ഞാനിപ്പോൾ തനിക്ക് പെയിൻ കില്ലർ തരാം, വേദന കുറയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി, ഏതായാലും കുറഞ്ഞത് 3 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടവരുമെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന ജാസ്മിന് സന്തോഷമാവുകയാണ്. തുടർന്ന് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു പറയുകയാണ്, എന്താണെങ്കിലും ഇതെല്ലാം ജാസ്മിന്റെ അടവാകാനാ സാധ്യത. അവളുടെ ഈ പദ്ധതി പൊളിച്ചെടുക്കാൻ എന്താ ഒരു വഴിയെന്ന് പാറു ആലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗാർഗി വരുന്നു. ഗാർഗി, ജാസ്മിനെ കാണിക്കുന്നതൊക്കെ നാടകം മാത്രമാ, അമേരിക്കയിലേക്ക് പോകാതിരിക്കാനുള്ള നാടകം. ഗാർഗി, ജാസ്മിന്റെ ഈ കള്ളത്തരം നമുക്ക് പൊളിക്കണം, ഇതിന് എന്താ മാർഗമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. തുടർന്ന് ഗാർഗി തന്റെ ഐഡിയ പാറുവിനോട് പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും ആ കക്ഷിയെ ഒന്ന് വിളിക്കട്ടെ, നമ്മുടെ ഐഡിയ എന്താണെങ്കിലും സക്സസ് ആയിരിക്കുമെന്നും ഗാർഗി പറയുന്നു. അതേസമയം ഒരു പാമ്പാട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ വിളിപ്പിച്ചതെന്ന് പാമ്പാട്ടി ചോദിക്കുമ്പോ ഗാർഗി പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ ഐഡിയ പാമ്പാട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഗാർഗി. അങ്ങനെ പാറുവും ഗാർഗിയും കൂടി പാമ്പാട്ടിയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. അതേസമയം ജാസ്മിൻ വിശാലിനെ എങ്ങനെ മയക്കുമെന്നൊക്കെ നടന്നുകൊണ്ട് ആലോചിക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗാർഗിയും പാറുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് അവർ ആ പാമ്പാട്ടിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പാമ്പാട്ടി ഗാർഗി പറഞ്ഞതുപോലെ ജാസ്മിന്റെ മുറിയിലേക്ക് തന്റെ കൂടയിൽ നിന്നും പാമ്പിനെ തുറന്നു വിടുകയാണ്. പെട്ടെന്ന് പാമ്പിനെ കാണുന്ന ജാസ്മിൻ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓടി ഇറങ്ങുകയാണ്. ആരെങ്കിലും ഓടി വരണേ, പാമ്പ് പാമ്പെന്ന് ജാസ്മിൻ അലറുമ്പോ വിശാല് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. അത് പിന്നെ വിശാൽ, എന്റെ മുറിയിലൊരു പാമ്പ്. ജാസ്മിൻ, നീ എന്താണെങ്കിലും ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വിശാല് മുറിയിലേക്ക് പോകുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗാർഗിയും പാറുവും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.